ഇനി ഇതോ കാണില്ലേ അതിലൂടെ കയറണം. അത് കൂടെ കയറി ഞാൻ. അപ്പൊ നമുക്ക് അതിന്റെ മോളിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. പോവാം. ശരിക്കും രാമക്കൽ മേടിന്റെ ഏറ്റവും സൗന്ദര്യം കാണാൻ പറ്റുന്ന സ്ഥലം ഇത്. ഹിഡൻ സ്പോട്ടാണ്. ശരിക്കും ആൾക്കാർ കുറവാ വരുന്നത്. കുറച്ച് റിസ്ക് എടുക്കണതാ. അള്ളി പിടിച്ചാൽ കയറിയാണ്. ചെറിയ ചെറിയ ഇഞ്ചുറികളുണ്ട്. ഹായ്. അങ്ങനെ നാട്ടിലെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ്, പൈനാവിൽ പെങ്ങളുടെ വീട്ടിൽ. അപ്പോൾ നേരം വെളുത്തു തുടങ്ങണേ ഉള്ളൂ. അളിയനും ഫാമിലിയായിട്ട് ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങി. പൈനാവിൽ നിന്ന് ചെറുതോണിയിൽ വന്ന് ചെറുതോണി പാലം കയറുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്ക്. തണുത്ത അടിപൊളി ക്ലൈമറ്റാണ്. ഇടുക്കിയിൽ എവിടെ നോക്കിയാലും കോട നിറഞ്ഞുള്ള തണുപ്പുള്ള അതിരാവിലെ. ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ PSC ടെസ്റ്റ് എഴുതുമ്പോൾ ഇടുക്കിയാണ് മെയിൻ സ്ഥലം വച്ചെഴുതുന്നത്. കാര്യം എങ്ങാനും ജോലി കിട്ടുകയാണെങ്കിൽ ഇടുക്കി തന്നെ കിട്ടണേന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഇടുക്കി. അങ്ങനെ ടെസ്റ്റൊക്കെ എഴുതി ആ ഭാഗ്യം കിട്ടിയത് സ്വന്തം പെങ്ങൾക്കാണ്. അവൾക്ക് PWD കിട്ടി. അങ്ങനെ എന്തായാലും പോയി വരാനൊരു വീടായി ഇടുക്കിയിൽ. അപ്പോൾ നമ്മൾ കട്ടപ്പന വന്ന് ജസ്റ്റ് ഒരു ചായയും കാപ്പിയൊടിയൊക്കെ കഴിഞ്ഞു. അവിടെ നമ്മൾ രാമക്കൽ മേടിലോട്ടാണ് ഇറങ്ങിയത്. ഒരു 40-45 കിലോമീറ്ററോളം ഉണ്ട് ശരിക്കും കട്ടപ്പനയിൽ നിന്ന്. അപ്പോൾ രാമക്കൽ മേട് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. എന്നാൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് രാമക്കൽ മേടിൽ തന്നെ അധികം ആൾക്കാർ ചെല്ലാത്തൊരു ഏരിയയിലോട്ടാണ്. രാമക്കൽ മേടിൽ വന്ന ഇവിടെ മെയിനായിട്ട് ഇവിടുന്ന് ട്രക്കിംഗ് ആണ് മെയിൻ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. ട്രക്കിങ് ജീപ്പ് എടുത്ത് പോകുന്നതാണ് പതിവ്. പക്ഷെ നമ്മളിപ്പം കുറച്ച് നടന്നു പോകാൻ പറ്റിയൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് തകർത്തുകൊണ്ട് നടന്നു തുടങ്ങിയെങ്കിലും പതുക്കെ ആൾക്കാരെ സൗണ്ടൊന്നും കേൾക്കാതായി. വായനകത്ത് കയറി നാക്കൊണ്ടെന്ന് നോക്കിയാൽ പോലും അറിഞ്ഞൂടാ. അമ്മാതിരി തളർന്നെല്ലാവരും. അങ്ങനെ അവിടെ നിന്ന് കുറച്ചൊന്ന് മോളിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും രാമക്കൽ മേടിൻ്റെ സ്വന്തം കുറവൻ കുറത്തി ശില്പം. അത് എല്ലാവരും പോകുന്നൊരു സ്പോട്ടായതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് പോകാത്തത്. എല്ലാവർക്കും അറിയാം കുറവൻ കുറത്തി പ്രതിമയെക്കുറിച്ച്. അപ്പോൾ നമ്മൾ എന്താണ് രാമക്കൽ മേടെന്ന് കാണിക്കാനുള്ളൊരു പോക്കാണ് ഞാൻ ഈ പോകുന്നത്. എൻ്റെ മോനെ, ഇതാണ് കേരള തമിഴ്നാട് അതിരുകൾക്ക് മുകളിൽ കാറ്റിൻ്റെയും മേഘങ്ങളുടെയും ഒരു അത്ഭുതം. രാമക്കൽ മേട് സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലുള്ള രാമക്കൽ മേടിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്നതും. അങ്ങനെ ഈ രാമക്കൽ മേടിന് ചെറിയൊരു കഥയുണ്ട്. അതായത് രാമക്കൽ എന്നതിൻ്റെ അർത്ഥം ശ്രീരാമൻ കാല് പതിച്ച പാറ എന്നാണ്. കാരണം രാമായണത്തിൽ ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് ഇവിടെ വന്നപ്പോൾ ഈ പാറയിൽ ചുവട് വെച്ചതായിട്ടാണ് പുരാണ കഥ. അങ്ങനെയാണ് ഇവിടെ രാമക്കൽ മേട് എന്ന പേര് വന്നത്. ശ്രീരാമൻ ലങ്കയിലോട്ട് പോകുമ്പോൾ ഈ കുന്നിൻ മുകളിൽ നിന്നാണ് താഴെയുള്ള പ്രദേശങ്ങളെല്ലാം നോക്കിയതെന്ന് പറയുന്ന കഥയുമുണ്ട്. അങ്ങനെ രാമക്കൽ മേടിന് ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. എന്തായാലും ഇവിടുത്തെ ഈ കൊടുങ്കാറ്റ് അതാണ് രാമക്കൽ മേടിനെ ഫേമസ് ആക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കാറ്റ് ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കുന്നില്ല. എത്ര തവണ വന്നാലും മതിവരാത്ത കാഴ്ചയും മതിവരാത്തൊരു അനുഭവമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. കാറ്റും മേഘവും മാറി മാറി വരുന്ന വെളിച്ചവും പിന്നെ പച്ചപ്പ് വിരിച്ച ഈ കുന്നുകളും എല്ലാം കൊണ്ട് കണ്ണിനും മനസ്സിനും അതിമനോഹരമായൊരു അത്ഭുതമാണ് രാമക്കൽ മേട്. ശരിക്കും രാമക്കൽ മേടിൻ്റെ എല്ലാവരും പോകുന്ന സ്ഥലങ്ങൾ മാത്രം പോയി കണ്ടു പോകാതെ ഇതുപോലെ അധികമാരും എത്താത്ത ഒരുപാട് സ്ഥലങ്ങൾ രാമക്കൽ മേടിൽ ബാക്കിയാണ്. ഇതൊന്നും കണ്ടു തീരാതെ രാമക്കൽ മേട് പൂർണ്ണമാകില്ല. ശരിക്കും പറഞ്ഞ രാമക്കൽ മേട് ഒരു ട്രാവൽ സ്പോട്ട് മാത്രമല്ല, ഇതൊരു സ്റ്റോറിയാണ്. ഇതുവരെ നമ്മൾ നേരിട്ട് കണ്ട ഇടുക്കിയെ ഏറ്റവും ടോപ്പിൽ, അതായത് ആകാശത്ത് നിന്ന് കയറി നോക്കിയാൽ എങ്ങനെയിരിക്കും? ഞാൻ കണ്ടതിൽ ഏറ്റവും അൺറേറ്റഡ് സ്പോട്ടാണ് ഈ രാമക്കൽ മേട്. ഇവിടെ ഒരിക്കൽ നമ്മൾ കയറി വന്ന അത് ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുന്നത് പോലെയാണ്. തളർന്ന് ഇത്രയും മോളി വന്നപ്പോൾ തളർന്ന്. വെള്ളം കൊണ്ടുവരണം കേട്ടോ വരണവര്. പിന്നെ തീരെ വയസ്സായവര് വരാൻ നിൽക്കരുത് മുകളിൽ കയറി. അത്യാവശ്യം പെൺകുട്ടികൾക്കൊക്കെ വരാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതോ കാണില്ലേ അതിലൂടെ കയറണം. അത് കൂടെ കയറും ഞാൻ. അപ്പൊ നമുക്ക് അതിന്റെ മോളിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. പോവാം. എന്തായാലും കൂടെ വന്നവർ വരില്ല. അവരവിടെ ഇരുത്തിയിട്ട് ഞാൻ പോവേ. തെറ്റിയും തെറിച്ചൊക്കെ കുറച്ച് പേര് വന്നെങ്കിലും അവരാരും ഈ മുകളിൽ ഏറ്റവും ടോപ്പിൽ ലാസ്റ്റ് എൻഡിൽ പോകുന്നത് കണ്ടില്ല. ഞാൻ പിന്നെ ഈ പോകുന്നത് എന്ത് ധൈര്യത്തിലാണെന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ ഇവിടെ രാമക്കൽ മേട് വന്നപ്പോഴും ഇതേ ടോപ്പിൽ മുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത്. ഇനി കുറച്ചുകൂടെ ഉണ്ട് ഇതിൻ്റെ മുകളിലെത്താൻ. നിങ്ങൾക്ക് ഇനി വേറൊരു ഈ രാമക്കൽ മേട് വരുന്നവർക്കായിട്ട് വേറൊന്ന് കാണിച്ചു തരാം. അപ്പുറത്ത് ഈ കാണുന്ന മലയാണ്, ഈ പാറയാണ് ആമപ്പാറ. ശരിക്കും രാമക്കൽ മേട് വരുന്നവർക്ക് ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ട്
ശരിക്കും ഹിഡൻ സ്പോട്ടായിട്ടേ വരുള്ളൂ. കാര്യം അവിടെ ഉള്ള ജംഗ്ഷനിൽ നിന്നെല്ലാം ട്രക്കിങ് പോണവരെല്ലാം ജീപ്പ് എടുത്തിട്ട് ഈ ആമപ്പാറയിൽ ആ കാണുന്ന ലാസ്റ്റ് കാണുന്ന ആ പാറയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ഈ താഴോട്ടുള്ള വ്യൂ കാണാം. അപ്പുറ സൈഡിലുള്ള ആ വലിയ പാറയുടെ വ്യൂ ഒക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും. അത് ട്രക്കിംഗ് ആണ്. ഒരു ജീപ്പിന് 1700 രൂപ കൊടുത്ത് നമ്മൾ അപ്പുറത്തെ മലയിൽ പോകണം. ഞാനിപ്പോൾ ഈ നിൽക്കുന്നതാണ് ശരിക്കും രാമക്കൽ മേട് വ്യൂ പോയിന്റ്. ഞാൻ കയറിക്കൊണ്ടിരിക്കുന്ന ഈ മല. ഈ മുകളിൽ ഇതുവരെ ആരും കയറിയില്ല, പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ കയറാൻ. വലിയ ഡേഞ്ചർ അല്ല, പാറകളൊക്കെ പിടിച്ച് വേണം കയറാൻ. യെസ്, ഞാൻ കയറിയ എൻ്റെ മണ്ടയിൽ ഏറ്റവും ടോപ്പിലാണ് രാമക്കൽ മേടിൻ്റെ ഏറ്റവും ടോപ്പ്. കാണാം നിങ്ങൾക്ക്. ഹാ, ആമപ്പാറ കാണിച്ചു തരാം. അതാണ് ആമപ്പാറ. അവിടെ ആൾക്കാർ നിൽക്കുന്നതാണ്. നമുക്ക് കണ്ടാ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടാ, അതാണ് ആമപ്പാറ. ട്രക്കിങ് വരുന്നവർക്കൊക്കെ അവിടെയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ആരും കയറാത്തടത്തോട്ടാണ് വന്നത്. ഇതാണ് ശരിക്കും ഹിഡൻ സ്പോട്ട്. ഇനി എൻ്റെ കൂടെ വന്നവരൊക്കെ താഴെ ഉണ്ട്. മുകളിൽ കയറിയ കണ്ട, ഇതാണ് ലാസ്റ്റ് ആ പൈപ്പ് നമുക്ക് കാണാം. ജസ്റ്റ് ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ. ഇതാണ് ഈ ടോപ്പ് വ്യൂ. ശരിക്കും രാമക്കൽ മേടിൻ്റെ ഏറ്റവും സൗന്ദര്യം കാണാൻ പറ്റുന്ന സ്ഥലം. ഓ സൂപ്പർ. തളന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു, വെള്ളം കൊണ്ട് വേണം വരാൻ, അല്ലെങ്കിൽ തളർന്നു പോവും. ലാസ്റ്റ് എൻഡാണ്. ഈ കാണുന്ന ചെറിയ കുഴിയാണെന്ന് നോക്കണ്ടത്, നേരെ താഴോട്ടുള്ള പോക്കാണ്. ഇതൊക്കെ വലിയ 2 പാറകൾക്കിടയിലുള്ള വലിയ കുഴികളാണ് ഈ കാണുന്നത്. അതാണ് നമ്മൾ വന്ന റോഡ്. വേറെ എൻ്റെ കൂടെ വന്ന് അളിയൻ താതിപ്പുണ്ട്, കാണാം നമുക്ക്. ലാസ്റ്റ് ഇതുവരെയൊക്കെ സേഫായിട്ട് വരാം. ഞാൻ ഈ നിൽക്കുന്നതാണ് ടോപ്പ്. ഇവിടെ കയറണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. റിസ്ക് എടുക്കണ്ട, പക്ഷെ എന്നാ വലിയ റിസ്ക് ഒന്നും പറയാനില്ല, കുഴപ്പമില്ല. ഇതാ കുറ്റി. അവിടെ എത്തി നമ്മൾ. കണ്ടാ നേരെ താഴെ ഉള്ള വ്യൂ ആണിത്. നമ്മൾ ആ കാണുന്ന പാറയിൽ നിന്നിട്ടാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞത് ഈ മുകളിൽ കയറുന്നത്. ഇതാ ലാസ്റ്റ് എൻഡ്. ഇതിൻ്റെ മുകളിലോട്ട് ഇനി പാറ ഇല്ല. ഇതാണ് രാമക്കൽ മേടിൻ്റെ ബ്യൂട്ടി. ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാം, അപ്പുറത്തൊരു മലയിലത്. താഴെ ഫുള്ള് നിങ്ങൾക്ക് അറിയാമല്ലോ, തമിഴ്നാടാണ്. ആ കാണുന്നതല്ല തമിഴ്നാട് ഭാഗമാണ് മൊത്തം. സൂപ്പർ. കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞ്. അങ്ങനെ ഏറ്റവും ടോപ്പിൽ, രാമക്കൽ മേടിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി. ഞാൻ പറഞ്ഞ പോലെ ഇത് ഹിഡൻ സ്പോട്ടാണ്. ശരിക്കും ആൾക്കാർ കുറവാണ് വരുന്നത്. എല്ലാവരും അപ്പുറത്ത് ആമപ്പാറയിലാണ് എല്ലാവരും വന്നു പോകുന്നത്. കുറച്ച് റിസ്ക് എടുക്കണതാ. അള്ളിപ്പിടിച്ച കയറിയാണ്. ചെറിയ ചെറിയ ഇഞ്ചുറികളുണ്ട്. കുറച്ച് ഹാൻഡ് പവറൊക്കെ ഉള്ളവർ മാത്രം പോയാൽ മതി. അല്ലാത്ത ലേഡീസും കൊച്ചു പിള്ളേരെയും കൊണ്ട് മുകളിലോട്ട് കയറാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഏകദേശം തിരിച്ച് താഴെ എത്താറായി. വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. രാമക്കൽ മേട് വന്ന് ഈ ഹിഡൻ സ്പോട്ടിൽ പോകണവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇവിടെ വന്നതിന് ശേഷം 2 വഴിയുണ്ട്. മുകളിലോട്ടും ഉണ്ട്, റൈറ്റും ഉണ്ട്. കാണാം റൈറ്റ്. ശരിക്കും ഈ സ്ട്രെയിറ്റ് പോകുന്ന വഴി പോവരുത്. ആദ്യം വഴിയുണ്ട്, കുറെ അങ്ങ് മുകളിൽ വരെ കയറിപ്പോ, പിന്നെ അവിടെ നിന്ന് അങ്ങ് വഴി തീരെയാണ്, പോകാൻ പറ്റില്ല. അത്രയും നമ്മൾ മുകളിൽ കയറി തിരിച്ചിറങ്ങി വന്നേ ഞങ്ങൾ. എന്നിട്ട് തിരിച്ച് ഈ റൈറ്റ്, ഈ കാണുന്ന റൈറ്റ് വഴിയാ പോവേണ്ട ശരിക്കുള്ള വഴി. അപ്പൊ ഈ വഴി ഞങ്ങൾ ഇപ്പൊ തന്നെ എന്തായാലും ഇട്ട് വെച്ച് ബന്ധാക്കിയാണ്. ഈ വരുന്നവരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകണം. ഈ വഴി ഇങ്ങനെയാണ് കാണുന്നത്, നോക്ക്. ഇങ്ങനെയാണ് ഈ വഴി കാണുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് ബന്ധാക്കാനുള്ള പരിപാടിയാ. വരുന്നവർ അത്രയും മുകളിൽ പോയിട്ട് തിരിച്ച് വരണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ രാമക്കൽ മേട് കൊണ്ട് തീരുന്നില്ല. നമ്മൾ ഇവിടുന്ന് നേരെ വിട്ടത് തേക്കടിക്കാണ്. അപ്പോൾ തേക്കടിയിലുള്ള വിശേഷങ്ങളും അവിടുത്തെ ഒരു ഹിഡൻ സ്പോട്ടും ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരും. കമ്മിങ് സൂൺ ആണ്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിലും നല്ലതാണെങ്കിലും മറക്കാതെ കമൻറ്റ് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് അടുത്ത വീഡിയോ എടുക്കാനുള്ള എനർജി. അപ്പോൾ താങ്ക് യു.